വാഴയ്ക്ക് കുഴി എടുത്തിട്ട് നട്ടു പൊട്ടിഞ്ഞ എൻ്റെ ഒരു മരുമോള് കുടുംബത്തുണ്ടായിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചായ കുടിച്ചതും ചോറ് കഴിച്ചതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ? വന്നിണ്ടായിരുന്ന ഞാൻ വന്നിട്ട് കുറെ നേരമായി മോളെ. വരാത്ത ദിവസങ്ങളിൽ ഉമ്മനല്ലേ ചെയ്യല്? ഇപ്പൊ വന്നു എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യ് ഇത് ചെയ്യുന്ന പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയമ്മ? എന്താ മോനെ നീ ഇങ്ങനെ സംസാരിക്കണേ? അല്ല ഈ എന്താ എന്നോട് നിർത്താൻ പറയണേ? ഇതെന്താ മോളെ ഡ്രസ്സൊക്കെ മാറ്റി നിക്കണേ? ഞാൻ ചായ കുടിക്കാൻ വിളിച്ചാണ്. ഞങ്ങള് സിനിമക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ റെഡി ആയിക്കണേ. ഇഡ്ലിയും ദോശ ഇഡ്ലിന്ന് പറഞ്ഞിട്ട് അതൊന്നും കഴിക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അല്ല മോനെ, എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഒരു കല്യാണം കഴിയുമ്പോ അങ്ങനെ ആളൊക്കെ മാറിയല്ലോ മോനെ. ഉമ്മക്ക് സമയമായി അങ്ങോട്ട് പോയിക്കൂടെ? പിന്നെ എന്തിനാ ഇവിടെ കിടന്ന സമയമായി എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? ഇങ്ങനെയൊന്നുമല്ല സബിക്ക സംസാരിക്കില്ല. എന്തൊരു വിഷമം പോലെ കണ്ണൊക്കെ കലങ്ങിണ്ടല്ലോ. നീ അത് ഓർത്ത് നീ വിഷമിക്കണ്ട. അവനക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കാം. നീ എവിടെ? അവനക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കാം എന്തായാലും. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? സിനിമ നല്ല രസമുണ്ടായിരുന്നു. ഫോൺ അതാരാ? ഇത് മാമയാണല്ലോ. എടുത്തൊക്കെ എന്തേലും പറയാനോ? ഹലോ മാമ. ഹലോ. നീ എവിടെ? ഞാൻ തൃശ്ശൂരുണ്ട് മാമ. ഞാനേ സാലീനായിട്ടൊന്ന് സിനിമയ്ക്ക് വന്നായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വന്നിരിക്കായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഉമ്മ പറഞ്ഞത് പുറത്തേക്ക് പോയിരിക്കുന്നത്. അതാണ് ഞാൻ വിളിച്ചത്. ശരി മാമ. അല്ല എന്തേലും പറയാൻ വേണ്ടി വിളിച്ചതാണോ മാമ? എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കണം ഉമ്മാട്? നീ ഇതിനും മാത്രം വലുതായോ സംസാരിക്കാൻ? എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണ നീ ഉമ്മാട്? ഇങ്ങനെയാണോ പറയാ? നീ പറഞ്ഞൊക്കെ ഭയങ്കര വിഷമമായിട്ടാ അവൾക്ക്. നീ ഏത് കണക്കൊക്കെ നീ പറഞ്ഞിരിക്കണത്? കുറെ ഇല്ലാത്ത കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോരം പറഞ്ഞ് കരഞ്ഞു പറയും ഉമ്മ. അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാമ. ഉമ്മ ആവശ്യമില്ലാണ്ട് ഓരോ വർത്താനം പറഞ്ഞിട്ടാ. സാലിന്റെ അടുത്ത് രാവിലെ വന്നിട്ട് അത് ഇത് ചെയ്യുന്ന പറയാ. തൊഴിലുറപ്പിന് പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയും ഞാൻ ചെയ്യണമെന്ന് പറയാ. സാലിന്റെ അടുത്ത് അടുക്കള പാത്രങ്ങള് തുടച്ചു വിട് അടച്ചു വിടുന്ന് പറയാ. അപ്പൊ എത്ര വെച്ചിട്ടൊക്കെ കേട്ട് നിൽക്കുക. അതാ പിന്നെ ഞാനും മറുപടി പറഞ്ഞത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല മാമ. ഉമ്മാക്ക് അത് വിഷമമായിട്ട് അപ്പോഴേക്കും മാമാന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞല്ലേ. ഉമ്മമാരാകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കും. അത് കണ്ടിട്ട് നിന്റെ പെണ്ണിനെ ചീത്ത പറഞ്ഞു കണ്ടിട്ട് ഉമ്മാനെ മക്കിട്ട് കയറാൻ പോകേണ്ട ആവശ്യമുണ്ടാ? നിന്നെ തൊഴിലുറപ്പിന് പോയിട്ടൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ. എന്തോരം കൽപ്പണിക്ക് തൊഴിലുറപ്പിന് അതേപോലെ വീട്ടുപണിക്ക് എല്ലാം പോയിട്ട് ഉമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് എന്തെങ്കിലും ഒന്ന് കാണാണ്ടൊന്നും ഉമ്മ പറയില്ലല്ലോ ഇല്ലേ? ഈ ഉമ്മാനെയാണ് ഇത്രയും വിഷമിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഈ വിഷമിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊരു മക്കളും നന്നാവില്ല. ഉമ്മാനെ ചീത്ത പറഞ്ഞത് ഏതൊരു മക്കളും നന്നാവില്ല. ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഉപദേശിച്ച് തരാൻ വേണ്ടി നിന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ മാമ എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു ബലത്തിലാണ് നിന്നോട് സംസാരിക്കുന്നത്. അത് നീക്ക് ദേഷ്യം വന്നത് എന്നെ ദേഷ്യം വിചാരിച്ചത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതൊരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങളെ ദ്രോഹിച്ചാൽ ഞാൻ ചോദിക്കാനുണ്ടാവും. അത് ഫുൾ ഗ്യാരണ്ടിയാണ്. മനസ്സിലായില്ലേ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല മാമ. മാമാനിങ്ങനെ വിളിച്ച് മാത്രം പരാതി പറയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മാൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളെ വിരുന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ഉമ്മയുടെ മുഖം ഒരു വാടി പോലെ തോന്നി. അപ്പോൾ എന്താണ് വിശേഷം, എന്താണ് സുഖമാണെന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നിട്ട് പറയണില്ല. അപ്പം ഞാനെന്ത് ചോദിച്ചു, എന്താണ് ഒരു കണ്ണൊക്കെ അലങ്ങിയിട്ടുണ്ടല്ലോ, എന്താ പറയുന്നു പറഞ്ഞപ്പോൾ കുറേ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ. അപ്പം ഞാൻ നിൽക്കി വിളിച്ച് രണ്ടും ചീത്ത പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. പിന്നെ മര്യാദയിലൊക്കെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഞാൻ വിരുന്ന് വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടുള്ള വിരുന്ന് വിളിക്കാൻ വരുന്നത്. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ടൊന്നും പറയേണ്ട വെച്ചിട്ട് പെങ്ങളോട് ഞാൻ ആശ്വസിപ്പിച്ച് ഒന്ന് കാര്യം പറഞ്ഞിട്ട് നിൽക്കി വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ നീ വരുമ്പോഴേ ഉമ്മാനെയോ വിളിച്ചിട്ട് പോരണം കേട്ടോ. അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് രണ്ട് വാക്ക് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ മാമയായി പോയില്ലേ. അതാണ് സംഭവം. അതുകൊണ്ട് അമ്മ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുന്നത് ഞാൻ. എനിക്ക് പേരക്കുട്ടിയായിട്ടും നിങ്ങളുടെ ഭാര്യ എല്ലാവരും സന്തോഷമായിരിക്കുന്നത് എനിക്ക് കണ്ണ് നിറച്ച് കാണണം. അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പറയാനോ നിങ്ങൾ നന്നാകാൻ പാടില്ല എന്ന് പറയാനൊന്നും മാമക്ക് ആഗ്രഹമില്ലായിരിക്കും. മനസ്സിലായില്ലേ?
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് വരിക. അതെനിക്കിപ്പോൾ പറയാനുള്ളൂ. ആ ശരി മമ്മ, വിരുന്നിനല്ലേ, ഞാൻ നാളെ വരാം. ശരി എന്നാ. അപ്പം ഇനിയെങ്കിലും മോനെ ഉമ്മാനെ സങ്കടപ്പെടുത്താണെന്ന് നല്ല ഇത് നോക്ക്. ഇനി ഒരു മാമ ഇനി ഇടയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സന്തോഷമായി ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശരി എന്നാ കേട്ടാ. ആ അതെ, ഞാൻ മോനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ രണ്ടാളും നിങ്ങളെല്ലാവരും കൂടെ വരും കേട്ടാ. ഞാൻ പോട്ടെന്നാ, എനിക്ക് അർജൻറ്റ്. നീ വിളിച്ചില്ല പറഞ്ഞില്ല എന്നാണ്, നിങ്ങൾ മുന്നിലാണ് ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഞാൻ പോയിട്ട് വരാം. ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് പറയാനോ തന്നെ. രാത്രി തന്നു വല്ലതും കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവർ വല്ലതും കഴിച്ചിട്ട് വരും. എനിക്ക് വിശപ്പുമില്ല, ഒന്നുമില്ല, തല കറങ്ങണ പോലെ. ഞാൻ കെടുക്കട്ടെ ഇത്തിരി പഠിച്ചാൽ. ഇനി അവൻ വന്ന് എന്തൊക്കെ പറയാ വെച്ചാൽ എന്തൊക്കെ വിളിച്ച് പറഞ്ഞാണോ ഉറപ്പേ. ഞാൻ വിളിച്ച് തീരെ വയ്യ. എൻ്റെ ഫോൺ എന്തെങ്ങനെയായി പഠിച്ചാൽ എനിക്ക് വയ്യ. എനിക്ക് മാത്രം എന്താ പഠിച്ചാൽ ഇങ്ങനൊരവസ്ഥ. എന്താ ചെയ്യുക, പറയാനും വയ്യ. ഒന്നും വിഷമി ടെൻഷനേ ഇപ്പം പറ്റുന്നില്ല എനിക്ക്. അതിൻ്റെ ഇടയിലാണ് മോനിങ്ങനെ ഓരോന്ന് വിളിച്ചിട്ട് ഓരോന്ന് പറിച്ചത്. എങ്ങനെ സഹിക്കുന്ന എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ഒക്കെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങനെ പോയിട്ടുണ്ടാവും. വേണ്ടിയും പറഞ്ഞിട്ട് കുടുംബത്തിൽ ഇരുന്നപ്പോൾ സങ്കടം മനസ്സിൽ നിന്നൊക്കെ വേദന എടുക്കണ പോലെ. എന്താണ് സംഭവം? ആ ഉമ്മ കണ്ടില്ലേ, ആ മാമ വന്നപ്പോ എല്ലാ കാര്യങ്ങളും വിളമ്പി കൊടുത്തിരിക്കും. മാമ വന്നിക്ക് ആ വീട്ടിലേക്ക് എന്താ മാമ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നത്രേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇത് നടന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മാക്ക് എന്തിന്റെ കേടാ? അതങ്ങനെ പറഞ്ഞൊന്നുമില്ല. എന്തേലും ചോദിച്ചപ്പോ എന്തേലൊക്കെ പറഞ്ഞതാവും. ഇനിയിപ്പോ നിങ്ങളെന്തെങ്കിലും ഇതാക്കുന്നു കാര്യമില്ല. അവരിക്കാൻ്റെ അടുത്ത് തന്നെയല്ലേ പറഞ്ഞു. മാമയാകുമ്പോ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാമ എന്റെ അടുത്ത് വിളിച്ചിട്ട് വലിയ വർത്താനം പറയാൻ നിൽക്കുന്നത്. ആ ഉമ്മാക്ക് ശരിയായി കൊടുക്കണം. ഉമ്മ അല്ലെങ്കിൽ ചെന്നിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്നെയല്ലേ രാവിലെ, വെറുതെ മിണ്ടാണ്ടിരിക്കും. ഉമ്മ അത് അങ്ങനെ വെച്ചിട്ട് പറഞ്ഞൊന്നാവില്ല. അവര് വിഷമം എന്തേലും പറഞ്ഞതായിരിക്കും, ഒന്നും കാര്യമാക്കണം. നിനക്കൊന്നേ പറഞ്ഞാൽ മനസ്സിലായില്ല. ആ മാമ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു പറയാം മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ശരി, അതൊന്നും കാര്യമാക്കണ്ട. മാമ തന്നെയല്ലേ. ദേഷ്യം വരുന്നതിന് എന്തിനാ മാമാൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? നമുക്ക് നടന്നേ, ഉമ്മാക്കുള്ള ഡോസ് ഞാൻ കൊടുക്കാൻ പോയിട്ട്. അവിടെ പോയിട്ട് ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. ഇല്ല, പറയാൻ നിൽക്കുന്നില്ല. അതിൽ ലോക്കാക്കിട്ടൊന്നുമില്ലല്ലോ. ലോക്കാക്കിട്ടില്ലേ? അതെ സബിക്ക, നിങ്ങൾ ഇനി ഉമ്മാനെ ഓരോന്ന് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. പാവം കിടക്കുക തോന്നുന്നു. എന്തേ പിന്നെ ഉമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കാണ്ടിരിക്കുവോ? ഞാൻ ചോദിക്കും. ആ ഒന്നും ചോദിക്കണ്ട, ഉണ്ടാണെന്നേ. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റി വെച്ചിട്ട് വരാം. വെറുതെ വരെന്ന് പറയാം. ചോദിച്ചാലല്ലേ അറിയുള്ളൂ. അമ്മ ഉമ്മ എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? ഇന്നലെ നടന്നത് ഇന്ന് നടന്നൊക്കെ മാമ വന്നപ്പോ എന്തിനാ ഉമ്മ പറയാൻ നിന്നത്? ആ മാമ എന്നെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഉമ്മ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കണത്? ഞാൻ അതിന് മാത്രം ഉമ്മാൻ എന്താ പറഞ്ഞത്? പണി ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണോ ഇപ്പം എല്ലാം വിളിച്ച് മാമാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ എന്താ മാമാൻ്റെ അടുത്ത് ഒന്നും മറുപടി പറയില്ല വെച്ചിട്ടാ? മാമ വന്നപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോനെ. മാമ നിങ്ങളെ വിരുന്ന് ക്ഷണിക്കാൻ വന്നതാ. അപ്പം മാമ അവിടെ വെച്ചിട്ട് തൊഴിലുറപ്പിൽ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരോട് ചേച്ചി പറഞ്ഞത്രയൊന്നും സെബീന വന്നിട്ടില്ല, എന്താണാവോന്ന് പോയില്ല, വയ്യാണ്ടാവോന്നും പറഞ്ഞപ്പോൾ അപ്പം മാമ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഒന്ന് കണ്ട് നിങ്ങളെ ഒന്ന് വിരുന്ന് വിളിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നാണ്. ആ ഒരു മാമ അല്ല ഉള്ളത്. അപ്പം മാമ ഒരു നേരം നിങ്ങളെ വിരുന്ന് വെക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? അപ്പം അതിന് വിളിക്കാൻ വേണ്ടിട്ട് വന്നാണ്. വിളിക്കാന്ന് വെച്ച് വന്നാലും വന്നില്ലേലും ഉമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നടക്കുന്ന കാര്യമൊക്കെ ഇവിടെ അറിയുന്നുണ്ടാ? മാമാന്റെ വീട്ടിൽ എന്തേലും കാര്യം അറിയുന്നുണ്ടാ? ഉമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. മാമ എന്താ എന്റെ മൂക്കിൽ വലിച്ചു കയറ്റുവോ? ഉമ്മാന്റെ വലിയ പെങ്ങളൊക്കെ ആയിരിക്കും അത് പറഞ്ഞിട്ട്. നീ അങ്ങനെ പറയുന്നില്ല മോനെ. ഒന്നും അല്ലെങ്കിൽ നിന്റെ മാമയല്ലേ. നിനക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ മാമ. എന്ത് മാമ? ഈ മാമയൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ മാമ എവിടെയായിരുന്നു? എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ടാ? ഇന്ന് ഞാൻ പഠിച്ച് എന്തെങ്കിലും ജോലി സമ്പാദിക്കാനായപ്പോ ഉമ്മാക്ക് വലിയ മാമ എന്ന് പറയണത്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്തൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചിട്ടെന്ന് അറിയോ? അതൊന്നും എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. ഇന്ന് ഞാൻ വലുതായി, എനിക്കൊരു കല്യാണം കഴിഞ്ഞു, എന്റെ ഭാര്യനെ അങ്ങനെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് പറയുമ്പോൾ ഞാൻ ഉമ്മാക്ക് സംസാരിച്ച ഉമ്മ അത് മാമാനെ വിളിച്ച് ഇത്രയും വലുതാക്കി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമ്മക്ക്? ആ മാമ വിളിച്ച് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എനിക്ക് എത്ര മോശമാണ്. ഞാൻ എന്നാ സിനിമയ്ക്ക് പോയ അവിടെയും ആ പാർക്കിലേക്ക് പോയ അവിടെ ഈ മാമ വിളിച്ചപ്പോ എന്റെ ഒരു സന്തോഷം തന്നെ പോയി. എന്തിനും ഉമ്മാക്ക് അതിന്റെ ഒക്കെ ആവശ്യം? മാമ എന്ന് പറഞ്ഞിട്ട് ഈ മാമ എന്തൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട് ഉമ്മാനെ?
നീ മാമാനെ അങ്ങനെയൊന്നും പറയല്ലേ. മാമ തരുന്നതും മാമ അതൊക്കെ നിന്നെ കാണിച്ചിട്ടൊന്നും അല്ല മാമ സഹായിക്കുന്നതും പിടിക്കുന്നതൊക്കെ. മാമ നല്ലവണ്ണം തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. മാമ അന്ന് നീ കുട്ടിയാണ്, അന്നൊന്നും നിന്റെ സ്വഭാവം മാറിയിട്ടില്ല. അന്ന് നിന്റെ സ്വഭാവം മാറിയ കാരണമാണ് മാമ എന്താ ഈ ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേയും കൂടി കണ്ട് അവരെയും വിരുന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് വന്നാണ്. എൻ്റെ കണ്ണൊക്കെ കലങ്ങി, എന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പറയുമോ? എൻ്റെ മോനല്ലേ ഈ, എന്നെ പറ്റി ഞാൻ പറയുമോ? അപ്പോൾ ഞാനിങ്ങനെ എന്താ ഇങ്ങനെ കല്യാണം കഴിഞ്ഞതോടെ അവൻ്റെ മനസ്സൊക്കെ മാറിക്ക, അതുപോലെ ഇങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചില്ല, സെഫി മോൻ അങ്ങനെ മാറി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ, വിവരമില്ല. ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക, ഈ വിഷമിക്കൊന്നും വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നീ ഇത്ര മാത്രം കിടന്ന് പറയാനൊന്നും മാമ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ. മാമ തന്നില്ല, എവിടെയായിരുന്നു എന്തെന്നൊന്നും മാമാടെ മുന്നിൽ ചോദിക്കല്ലേ മോനെ. നീ ഇപ്പം എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ ഇനി മാമാട് ചോദ്യം ചെയ്യല്ലേ. ആകെ ഒന്ന് വരാനും പോകാനും അതന്നെ ഉള്ളൂ എനിക്ക്. മോനെന്നെ ഇങ്ങനെ, പക്ഷെ എനിക്ക് അതിനെ ഒരു ബലമുള്ളൂ. ഇനി അതും കൂടി നീ വരാണ്ടാക്കല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടാ. നിന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് എന്തെങ്കിലും അങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നല്ലതിന് വിചാരിച്ചോ. മക്കൾക്ക് അറിയോ, നിങ്ങൾ കാലത്ത് എന്നോട് ആ ബഹളം വെച്ചിങ്ങാണ്ട് നിങ്ങളെ കാര്യം നോക്കിയിട്ട് പോയി. ഉമ്മ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പം ഒന്ന് അവരുടെ തമാശയൊക്കെ കേട്ടിട്ട് എൻ്റെ മനസ്സിലൊരു ടെൻഷനൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റണില്ല. എൻ്റെ ശരീരമൊക്കെ ഒരേ വിറയൽ, ഷുഗറും പ്രഷറൊക്കെ ഉള്ളതല്ലേ. എനിക്ക് അങ്ങനെ വന്നിട്ട് നമുക്ക് എടുക്കണം. കാലത്ത് കഴിച്ചിട്ടില്ല, ഉച്ചക്ക് കഴിച്ചിട്ടൊക്കെ തല കറങ്ങിയിട്ട് വയ്യ എപ്പോഴും. എന്നിട്ടാണ് മോൻ വന്നപ്പോൾ എന്നെ വിളിച്ചു വിട്ടിട്ട് നീ ചോദ്യം ചെയ്യണല്ലേ. പിന്നെ ചോദ്യം ചെയ്യാണ്ടിരിക്കുക. ഞാൻ ഉമ്മാർത്തൊരു കാര്യം പറയാം. ഉമ്മ ഇവിടെ നടക്കണത് മാമാന്റെ അടുത്തും അതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നാണ് എൻ്റെ സ്വഭാവം മാറുണ്ടാ. ഞാൻ മര്യാദയ്ക്ക് ഉമ്മാന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ ഒന്ന് രാവിലെ എന്തോ ഒന്ന് പറഞ്ഞു തന്നിട്ടാണ് ഉമ്മ ഇത്രയും വലിയ സംഭവമാക്കിയിട്ട് ഇവിടെ നിൽക്കണത്. അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ച ഇവിടെ എന്താ സംഭവിക്കാന്നറിയില്ല. ഒന്നില്ലെങ്കിൽ ഉമ്മാനെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഞാൻ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കും. എനിക്ക് ഉമ്മാനെ അങ്ങനെ കൊണ്ടാക്കാൻ ഒരു മടിയുമില്ല, മനസ്സിലായില്ലേ? സൈക്കിളിന് ഒരു പരിധി ഉണ്ട്. ഉമ്മ ഇവിടെ നടക്കണോ അവിടെ നടക്കണോ ഇവിടെ. വീട്ടിലൊരു സമാധാനം ഇല്ല മനുഷ്യന്. സ്ഥലത്തേക്ക് ആക്കണ്ട മോനെ. നിന്റെ നാവും തന്നെ അങ്ങനെ വന്നില്ല, ഉമ്മ പൊക്കോണ്ട്. പക്ഷെ ഉമ്മ ഇവിടെ എന്തെന്നൊന്നും ഉമ്മാനെ നീ അന്വേഷിക്കണം പോലും ചെയ്യരുത്. നീ ചെയ്താൽ അതെനിക്ക് ഇതില്ല. അതുകൊണ്ട് എന്നാ മാറിത്തരാം. പിന്നെ ഉമ്മ ഒരു സമാധാനം കാട്ടുമാ. നിങ്ങൾ ഉറങ്ങി എണിക്കുന്ന സമയത്ത് ഉമ്മ അവിടെ ഉണ്ടാവൂല, അതുപോലെ നിങ്ങൾക്ക്. പക്ഷെ അപ്പൊ നിനക്ക് സന്തോഷമാകുമല്ലോ. എൻ്റെ മോൻ ഭാര്യയും മക്കളായി സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. എൻ്റെ മോനക്കൊരു വിഷമൊന്നും ഒരു സമാധാനം. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ. പുതിയതായിട്ടോ പഴയതായിട്ടോ ഇനിയൊന്നും പറയണ്ട. എന്നെ വൃദ്ധശാലയിൽ നീ ആക്കിയില്ലേ. നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ മാപ്പിള ഉണ്ടാക്കിയ വീടത്. ഇതിന്ന് നീ എന്നെ വൃദ്ധസ്ഥലത്തേക്ക് കൊണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ. എൻ്റെ ഉപ്പാൻ്റെ വീടാണ്. മോനിരുന്നു. നീ ഉറങ്ങി എണിക്കുമ്പോൾ ഉമ്മ ഉണ്ടാവില്ല കേട്ടാ. പക്ഷെ ഉമ്മാനെ അന്വേഷിക്കരുത്. എൻ്റെ മോൻ അങ്ങനെയൊക്കെ പറയുന്നേ. ഉമ്മ സ്വപ്നം പോലും കണ്ടില്ല മോനെ. സ്വപ്നം കാണണ്ട. ഉമ്മ കാണിച്ചു കൂട്ടണ അങ്ങനെ. അത് ഉമ്മാക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സമാധാനത്തിൽ ഒന്ന് സംസാരിച്ച അമ്മക്ക് കുശുമ്പ്, ഒന്ന് പുറത്തേക്ക് പോയ അമ്മക്ക് കുശുമ്പ്, പണിയെടുത്തില്ല പറഞ്ഞിട്ട് അവളിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത്. ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഉമ്മ വെക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചോളാം. വൃദ്ധസദനത്തേക്ക് കൊണ്ടാക്കുന്നത് അവൾക്ക് ഇത്രമാത്രം കരയാൻ മാത്രം എന്തിട്ടുള്ളത്? ഇതൊക്കെ ഉമ്മാന്റെ കണ്ണീരേ, കള്ളക്കണ്ണീരാണ്. ഈ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണം കൂടി ഇരുന്നോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. സഹിക്കണതിനൊരു പരിധിയുണ്ട്. കാലത്ത് പോകുമ്പോ എന്നെ മര്യാദക്ക് കിട്ടി തല കറങ്ങിയിട്ട് കിടക്കുക എന്താന്ന് പോലും നല്ലൊരു അഭിപ്രായം നീ ചോദിക്കാണ്ട് ഇപ്പൊ വന്നിട്ടും അതിലേറെ ഇരട്ടിക്ക് നീ എന്നെ വേദനിപ്പിച്ചില്ലേ. ഇനി എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല കേട്ടോ. ഉമ്മാനെ നീ നോക്കുന്നത്. ഇനി ഈ ഉമ്മ നിനക്ക് വേണ്ട മോനെ. നീ സന്തോഷമായിട്ട് നീ ഇരുന്നോ. ഉമ്മ മാറിത്തരാട്ടാ. എന്നോട് പറയാണ്ട് തന്നെ മാറിത്തരാം ഉമ്മ. ഉമ്മ എന്താ കിടക്കുക? ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്തേലും ചെന്നിട്ട് പറഞ്ഞോ? ഞാൻ ഒന്നും പറയണ്ടെന്ന് വെച്ചിട്ട് തന്നെ പോയത്. പിന്നെ ഉമ്മാന്റെ വർത്തമാനം കേട്ടപ്പോ പിന്നെ അങ്ങനെ പറയണ്ട വന്നു. എന്തിനാ സഭയ്ക്ക് എങ്ങനെയൊക്കെ കാണിക്കണേ? രാവിലെ പോകുമ്പോൾ എന്തോരം ചൂടായിട്ടപ്പോ ഇപ്പൊ വന്നിട്ട് അതിനുള്ള പകരൊക്കെ വീട്ടിയത്. ഞാൻ അവിടെ വെച്ചിട്ട് എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നിങ്ങളൊന്ന് സംസാരിക്കണ്ടെന്ന് തന്നെയല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്. നീ എന്തിനാ എന്റെ അടുത്ത് കിടന്ന് ചൂടാവണത്? ഞാൻ ഉമ്മാന്റെ അടുത്ത് സമാധാനത്തിൽ സംസാരിക്കാൻ തന്നെ പോയത്. പിന്നെ മാമാന്റെ അടുത്ത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറയുന്നത് എനിക്ക് പിടിച്ചില്ല. പിന്നെ പറഞ്ഞ് ഞാൻ അറിയാണ്ട് ആ വൃദ്ധസദനത്തിലേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചു. ദേഷ്യത്ത് ഞാൻ അങ്ങനെ പറഞ്ഞതാ. പിന്നെ ഉമ്മ പറഞ്ഞത് ശരിയൊന്നുമില്ലല്ലോ. മാമയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. മാമ എന്തൊക്കെ പറഞ്ഞു നീയും കേട്ടതന്നല്ലേ.
എനിക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയി. ഉമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ തല ഇറങ്ങണമെന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണ്ടായിരുന്നു. ചെമ്പിക്ക് എന്താ കാണിച്ചു വെച്ചിരിക്കണ്? മാമ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കാൻ വന്നപ്പോ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞൊന്നല്ലേ ചെബിക്ക് എന്നോട് അവിടെ വെച്ച് പറഞ്ഞത്. പിന്നെ മാമാന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഉമ്മാന്റെ അടുത്ത് ചെന്ന് ചൂടാവുന്നേ? അത് കണ്ടപ്പോ എന്തേലും വിഷമം പോലെ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ആരപ്പൊ ചെബിക്കാനെ വിളിച്ച് ചീത്ത പറഞ്ഞത്? സ്വന്തം മാമ തന്നെയല്ലേ, അവർക്കില്ലാത്ത അധികാരം പോലും ഇല്ലേ? അതൊന്നും ഇല്ല ഇവിടെ. എന്തിനാ ഉമ്മാന്റെ അടുത്ത്? പാവണ്ട് ട്ടാ. അതിനല്ലെങ്കിൽ തന്നെ സെബിക്ക കാണിക്കണമൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഞാനും കൊറേയൊക്കെ മിണ്ടാണ്ടിരിക്കാന്ന് വെച്ചാൽ സെബിക്ക് ഒരു ലിമിറ്റൊക്കെ ഉണ്ട് എല്ലാത്തിനും. അതൊന്നും താണ്ടിട്ട് ഓരോന്ന് കാണിക്കാൻ നിൽക്കരുത്. വൃദ്ധസദനം എന്നൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ, അതിനുള്ള അർത്ഥമൊക്കെ എന്താണെന്നറിയോ? നാളെ നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് നമ്മൾ അതുപോലെ കൊണ്ടുപോയി ആക്കില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? സെബിക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സെബിക്ക ഉമ്മാനോട് ചെന്ന് മാപ്പ് പറയും. വല്ലാത്ത കഷ്ടമുണ്ട് ട്ടാ. എനിക്ക് എന്താന്ന് അറിയില്ല. ഞാൻ ഈ ഇടയായിട്ട് ഞാൻ ഉമ്മാന്റെ അടുത്തൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ എന്താന്ന് അറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് എന്റെ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ പറയണത് എന്തൊക്കെയാണ്, പെട്ടെന്ന് ദേഷ്യങ്ങൾ പിടിക്കുക. എന്താ കിട്ടാണ്ട്? ഉമ്മ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ട് പോകണ്ട? നിങ്ങൾക്കൊക്കെ ഇവിടെ ഉള്ള എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്കൊന്നും അറിയണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഉമ്മ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കലില്ല. പിന്നെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ സെബിക്കായിട്ട് മുടക്കി വെച്ചിട്ട് ഉമ്മക്ക് അത് ഭയങ്കര വിഷമം. എന്നെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, സെബിക്കാനെ തന്നെയല്ലേ പറയുന്നത്. സെബിക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഒരു ജീവിതമാകുമ്പത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് അതിനനുസരിച്ച് പോലെ പോകുന്നല്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? ഒന്നും ചെയ്യണ്ട, ഞാൻ ഉമ്മാനെ പോയി നോക്കട്ടെ. ഇനി കരഞ്ഞിട്ട് കിടക്കാവൂലെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ സെബിക്കാരെ. എന്താ ഞാനിങ്ങനെ ഉമ്മ ഇവിടെ കിടക്കുക? വയ്യേ അമ്മക്ക്? കുഴപ്പമൊന്നുമില്ല മോളെ. അമ്മ എന്തേലും കഴിച്ചിണ്ടായിരുന്നാ? ക്ഷീണം എന്തേലും ഉണ്ടോ അമ്മക്ക്? ക്ഷീണമൊന്നുമില്ല മോളെ. പിന്നെന്തേ കിടന്നുകൊണ്ട് തന്നെ ഇരിക്കണ്? ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല? ഭക്ഷണമൊന്നും കഴിച്ചില്ല മോളെ. സെബിക്ക് എന്തേലും വന്നിട്ട് വീണ്ടും ചീത്ത പറഞ്ഞു അമ്മാനെ? ഉമ്മാക്ക് എന്തേലും വയ്യാത്ത പോലെ? സെബിക്ക പറഞ്ഞൊന്നും ഉമ്മ കാര്യാക്കണ്ട കേട്ടോ. അത് അപ്പത്തെ ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതോ? അത് സെബിക്ക് തന്നെയല്ലേ. ഉമ്മ അതൊന്നും വിഷയാക്കണ്ട. ഉമ്മ എണീക്ക്, വല്ലതും കഴിക്ക്. ഒന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല മോളെ, നിങ്ങൾ പോയപ്പല്ലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇത് കഞ്ഞി വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ തല കറങ്ങണ പോലെ, BP കൂടി, ഷുഗറൊക്കെ ഉള്ളതല്ലേ, തല കറങ്ങണ പോലെ, തീരെ വയ്യ. അപ്പൊ പിന്നെ അവിടെ തന്നെ കിടന്നു. നിങ്ങൾ പിന്നെ കടയിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നു പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ എനിക്കല്ലേ സാരില്ലാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ കിടന്നു. ഉമ്മ ഈ നേരം വരെ ഒന്നും കഴിക്കാണ്ടായിരിക്കണം? എനിക്കൊന്നും കഴിക്കാൻ പറ്റണില്ല മോളെ. മനസ്സിന് വല്ലാത്ത വിഷമം. എൻ്റെ മോൻ എന്തെങ്ങനെ മാറിപ്പോയിന്ന് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും പറ്റണില്ല. പ്രഷർ ഉണ്ടോ എന്താണെന്നറിയില്ല. പ്രഷർ ഉണ്ട്, പക്ഷെ എനിക്ക് അവൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലേക്ക് തീറ്റി വരുമ്പോണ്ടല്ലോ, എനിക്ക് ഒന്നും പറ്റണില്ല മോളെ. തിന്നിട്ട് ഇറങ്ങില്ല. അതാ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ കിടന്നതാ. നിങ്ങൾ പോയത് അങ്ങനെ. മാമ വന്നു അമ്മാനോട് വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് കിടന്നാണ്. എനിക്ക് പറ്റണില്ല, ഒന്നും കഴിക്കാൻ പറ്റണില്ല. പിന്നെ വെക്കണിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, എനിക്ക് പറ്റണില്ല. ഉമ്മ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വിട്. സെബിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ചീത്ത പറയാനും ശകാരിക്കാനുള്ള അധികാരമൊക്കെ ഇല്ലേ? മോൻ തന്നെയല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. ഉമ്മ എന്നിട്ട് എണിച്ചു, ഞാൻ വല്ല പൊടിയരിക്കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടേ വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ ഒന്നും വെച്ചിട്ടുണ്ടാവും. കഴിക്കാണ്ട് കിടന്ന കൂടുതൽ ക്ഷീണാവുന്നേ ഉള്ളൂ. BP തലയിറക്കം എന്നൊക്കെ പറയണില്ല. ഉമ്മ എണീക്ക്, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോ ശരിയായിക്കോളും. ഉമ്മ അവിടെ കുറച്ചു നേരം ഇരിക്കുക. അപ്പോഴേക്ക് ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഉമ്മ കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കുക. അപ്പൊ ഉമ്മാന്റെ അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. തല ഇറങ്ങണ പോലെ ഉണ്ടോ? അയ്യോ സെബിക്ക ഒന്നും കൂടെ വന്നേ. ഉമ്മ ഇവിടെ വീണ്. സെബിക്ക, ഓ സെബിക്ക, ഉമ്മ തല ഇറങ്ങി കിടക്കണം. ഒന്ന് വേഗം കൂടി വന്നേ. നീ എന്നിട്ട് പറയണ തല ഇറങ്ങി വീഴ്? നിങ്ങൾ ഓരോന്നും പറഞ്ഞു വെച്ചിട്ട് ഉമ്മക്ക് ഇത് BP കൂടി തോന്നുന്നുണ്ട്. ഉമ്മ നിലത്താ കിടക്കണത്. ഞാൻ വന്ന് നോക്കും. ഇതെന്ത് പറ്റി? ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇതെന്ത് പറ്റി? BP അങ്ങനെ കൂടി ഉണ്ടാവോ സാരിക്കുട്ടി? എന്ത് പറ്റി? ഒന്നും കഴിച്ചിട്ടില്ല ഉമ്മ. ഇതൊന്നും താവണില്ലല്ലോ.
ഷബിക്കാക്ക് ഇപ്പൊ സമാധാനായില്ലേ? ഓരോന്ന് പറഞ്ഞു ഉമ്മാന്റെ BP ഷുഗർ ഒക്കെ കയറ്റി വിട്ടിട്ട് ഇപ്പൊ തല ഇറങ്ങി കിടക്കുന്നു. എന്തിനാ ഷബിക്ക ഓരോന്ന് പറയാൻ നിന്നത്? ഞാൻ അതിന് വേണമെന്ന് വെച്ചിട്ടില്ലല്ലോ. ഉമ്മക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചാ. ആദ്യം ഉമ്മാനൊന്ന് വിളിച്ചു വിട്ടേ. ഇത് ഉമ്മ എണീക്കില്ല. ആ ഫോൺ എടുത്തേ, ആ ഫൈസൽക്കാക്കൊന്ന് വിളിക്കാം. ഉമ്മ ഒന്ന് എണീക്കമ്മ, ഇവിടെ നോക്ക്, എണീക്ക്. ക്ഷീണമായിട്ടാണോ? ഷബിക്ക ഒന്ന് പെട്ടെന്ന് വിളിക്കണില്ല. ഹലോ ഹലോ ഫൈസൽക്കാ, ഒന്ന് ഓട്ടോറിക്ഷ ഒന്ന് വേഗം വരുമോ നമ്മുടെ വീട്ടിലേക്ക്? ഉമ്മാക്ക് BP കൂടിയിട്ടാന്ന് അറിയില്ല. ഉമ്മ വിളിച്ചിട്ട് എണീക്കുന്നില്ല, തല ഇറങ്ങിട്ടേ. പെട്ടെന്ന് വരാൻ ഒന്ന് വേഗം വരുമോ ഫൈസൽക്കാ? ആ ശരി ശരി.